കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സന്ദീപ് ജി വാര്യരുടെ വിജയത്തിൽ ആവേശക്കടലായിരിക്കുകയാണ് ജന്മനാടായ ചത്തല്ലൂർ. ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം നാട്ടുകാരൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഗ്രാമം. തൃക്കരിപ്പൂരിലെ ഇടതുപക്ഷ കോട്ട തകർത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് 4431 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത്. ആകെ പോൾ ചെയ്ത 1,67,317 വോട്ടുകളിൽ 83,109 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് അർഹത നേടിയത്. BJP-യിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ സന്ദീപ് ജി വാര്യർ 2024-ലാണ് കോൺഗ്രസിൽ ചേർന്നത്. തുടർന്ന് KPCC വക്താവ് എന്ന നിലയിൽ നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് തൃക്കരിപ്പൂരിൽ മത്സരത്തിനിറങ്ങാൻ അവസരമൊരുക്കിയത്. മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ചെത്തല്ലൂർ കാവുവട്ടം വാർഡ് ഇടതുപക്ഷത്തിൽ നിന്നും UDF പിടിച്ചെടുത്തപ്പോൾ സന്ദീപിന്റെ സംഘടനാ പാടവം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സന്ദീപിന്റെ വിജയത്തിൽ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. മധുരം വിതരണം ചെയ്താണ് ഇവർ സന്തോഷം പങ്കുവച്ചത്. തൃക്കരിപ്പൂരിലെ ചരിത്രം തിരുത്തി വിജയിച്ച സന്ദീപ് ജി വാര്യർക്ക് നാട്ടിലെത്തുമ്പോൾ വലിയ സ്വീകരണം നൽകുമെന്ന് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. കാരണം ഏതൊരു UDF പ്രവർത്തകനും ആഗ്രഹിക്കുന്ന വലിയ വിജയം നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരാക്കുന്നത്. അതിനപ്പുറം ഞങ്ങൾക്കൊരു ഇരട്ടി മധുരം തച്ചനാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പ്രിയങ്കരനായ ഞങ്ങളുടെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൻ്റെ MLA ആയി ജയിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇരട്ടി മധുരം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ 2 പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അഭിമാനകരമായ വിജയം നേടിയ സന്ദീപ് വാര്യർ ഞങ്ങളെ ഈ നാടിൻ്റെ അഭിമാനമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയൊക്കെ മനം കവരുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഏറ്റവും വലിയ ഒരു പോരാളിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിനാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഈ നാടിനെ ത്രസിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ ഓരോ മണൽത്തരികളെയും കോരിത്തരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയ സ്വീകരണം നൽകാൻ ഞങ്ങളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. നേതൃത്വത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു ഈ വിജയത്തിന് പിന്നിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് V. രാമൻകുട്ടി ഗുപ്തനും ഇടതുകോട്ട പൊളിച്ച സന്ദീപ് തച്ചനാട്ടുകരയുടെ അഭിമാനമാണെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദും പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ പ്രവർത്തകന്മാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വിജയമാണ് സന്ദീപ് വാര്യരുടേത്. CPM-ൻ്റെ കുത്തക മണ്ഡലമായ ഈ മണ്ഡലത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ അഭിമാനകരമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിയായി സന്തോഷിക്കുന്നു. ആ കാര്യം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ കേരളം മുഴുവൻ വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു വിജയമാണ് സന്ദീപിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ അത്ര സ്പീഡിൽ BJP-യിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്നു. കോൺഗ്രസ്സിൽ ഒരു കൊല്ലമായി. അദ്ദേഹത്തിന് വിചാരിച്ചതിൽ കൂടുതൽ സ്പീഡിൽ മുന്നോട്ട് കയറാൻ സാധിച്ചു എന്നുള്ളതിൽ ആദ്യമായി നമ്മുടെ തച്ചനാട്ടുകര UDF കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ പ്രദേശത്തല്ല അയാൾ നിൽക്കാൻ സാധിച്ചതെങ്കിലും ഈ തൃക്കരിപ്പൂർ പ്രദേശത്താണ് പോയി നിന്നതെങ്കിലും ആദ്യം ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇയാളെ കൊണ്ടുപോയി അവിടെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. പക്ഷേ ആൾക്കാരും അതേമാതിരി നമ്മുടെ UDFൻ്റെ ആൾക്കാരും മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യം വരുത്തി ഈ സന്ദീപ് വാര്യർ ഒരു പ്രവർത്തകനാണെന്നും ജനകീയനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ അയാളെ എണ്ണിയ തീരാത്ത വോട്ടിന് വിജയിപ്പിച്ചു. ഇതിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ UDF കമ്മിറ്റി, പഞ്ചായത്ത് എന്ന് വെക്കേണ്ട നമ്മുടെ ഈ പ്രദേശത്തെ കംപ്ലീറ്റ് UDF കമ്മിറ്റിക്കും വളരെ ആത്മാഭിമാനമുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രിയ നേതാവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ചത്തല്ലൂർ ഗ്രാമം. CCN ചത്തല്ലൂർ.